ചെറിയ പ്രായത്തിൽ തന്നെ പോലീസ് ലാത്തി ചാർജിൽ പല്ലുകൾ നഷ്ടപ്പെട്ട, ഇപ്പോൾ ഒരു പല്ല് വെക്കാനുള്ള സമയമില്ലാത്തതുകൊണ്ടാണല്ലോ ഈ പല്ല് നിങ്ങളൊക്കെ കാണുന്ന രീതിയിൽ ഇങ്ങനെ ഇരിക്കുന്നത്. ഇവിടെ 2 പല്ലുകൾ നഷ്ടപ്പെട്ട, ഇവിടെ മുതൽ ഇവിടം വരെ പ്ലാസ്റ്റിക് സർജറി നടത്തേണ്ടി വന്ന, അതിന് ഹോസ്പിറ്റലിൽ കടന്ന, ടോൾ സമരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തൃശ്ശൂരിലെ ടോൾ സമരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എനിക്ക് കിട്ടിയിട്ടുള്ള ലാത്തി ചാർജ് എന്ന് പറയുന്നത് ഗൗരിയമ്മയ്ക്കും അജിതയ്ക്കും ശേഷം ഇങ്ങനെ ഇത്രയും പോലീസുകാർ ഒരുമിച്ച് കൂടി ശരീരം അടിച്ചു നുറുക്കി കളഞ്ഞതാണ്. അതിൻ്റെ രേഖകളുണ്ട്. ആലപ്പുഴ പാർലമെന്റ് മണ്ഡലം ഒട്ടും മോശമല്ലെന്നേ. കാരണം ആറ്റിങ്ങലിൽ 90,000 നമുക്ക് 2.5 ലക്ഷം ആക്കാമെങ്കിൽ ഈ ഇവിടത്തെ 2 ലക്ഷത്തോളം വോട്ടുള്ളത് 4 ലക്ഷമാക്കാൻ എന്താ ബുദ്ധിമുട്ടുള്ളത്? 4 ലക്ഷത്തിൻ്റെ ഒരു പരിപ്രേക്ഷ്യത്തിലേക്ക് നമ്മൾ വരികയും അതിൻ്റെ കൂട്ടത്തിൽ ജനങ്ങൾ സംഘടിക്കാനും തുടങ്ങിയിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിൽ നിന്ന് ശോഭ പോകണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പാർട്ടി പറയുന്ന ഏത് ദൗത്യവും ഞാൻ ഇത്രയും കാലം ഏറ്റെടുത്തിട്ടുണ്ട്. ഇപ്പം എനിക്ക് വളരെ സന്തോഷമാണ്. എന്താണെന്നറിയോ, നാളെ ഒരു പ്രധാനപ്പെട്ട ജോലി ശോഭാ സുരേന്ദ്രന് ഏതെങ്കിലും ഒരു ജില്ലയിൽ ചെയ്യാൻ പറ്റുമോ എന്നതിനെക്കുറിച്ച് സംസ്ഥാന ഘടകത്തിനും ആശങ്കയില്ല, അഖിലേന്ത്യാ ഘടകത്തിനും ആശങ്കയില്ല. മലപ്പുറത്ത് പോകാൻ പറഞ്ഞാൽ മലപ്പുറത്ത് പോയിട്ടുണ്ട്, എറണാകുളത്ത് മത്സരിക്കാൻ പറഞ്ഞാൽ എറണാകുളത്ത് മത്സരിച്ചു, പാലക്കാട് മത്സരിച്ചു, തൃശ്ശൂർ ജില്ലയിൽ മത്സരിച്ചു, അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ ആറ്റിങ്ങൽ തിരുവനന്തപുരം ജില്ലയിൽ മത്സരിച്ചു. ഇത് 6ാമത്തെ ജില്ലയാണ് ആലപ്പുഴ പാർലമെൻറ്റ്. ഞാൻ വിചാരിക്കുന്നത് പാലക്കാട് ചെല്ലുന്ന സമയത്ത് 60,000 വോട്ട്, അത് 1.38,650 എൻ്റെ പ്രവർത്തകന്മാരുടെ കഠിന പ്രയത്നം കൊണ്ട് എനിക്ക് കിട്ടി. 90 2.5 ലക്ഷമായിട്ട് ആറ്റിങ്ങലിൽ കിട്ടി. ആറ്റിങ്ങലിൽ എന്നേക്കാൾ പാർട്ടിയിൽ ചുമതലയുള്ള കേന്ദ്ര തലത്തിൽ പ്രവർത്തിക്കുന്ന ഒരു മന്ത്രി തന്നെയാണ് മത്സരിക്കുന്നത്. അപ്പോൾ അതെന്തുകൊണ്ടും മന്ത്രിക്ക് ആറ്റിങ്ങലിൽ ശോഭാ സുരേന്ദ്രനേക്കാൾ കൂടുതൽ പ്രൗഢി തെളിയിക്കാൻ പറ്റും എന്നുള്ളത് തോന്നൽ സംസ്ഥാന ഘടകത്തിനും അഖിലേന്ത്യാ ഘടകത്തിനും ഉണ്ടായിട്ടാവണമെന്നല്ലേ നമ്മൾ കരുതേണ്ടത്. പക്ഷെ അവിടെ കഴിഞ്ഞ തവണ ശോഭാ സുരേന്ദ്രൻ മത്സരിക്കുമ്പോൾ വി മുരളീധരന്റെ നിർദ്ദേശപ്രകാരം ഒരു BJP നേതാവ് അടൂർ പ്രകാശിന് വോട്ട് മറിച്ചു കൊടുത്തു എന്നുള്ള ആരോപണം പറഞ്ഞിരിക്കുകയാണ്. എന്താണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്? അല്ല, ഞാൻ അതൊന്നും വിശ്വസിക്കുന്നില്ല. കാരണം ഇതൊക്കെ ഏത് സാഹചര്യത്തിലാണ് സംഭവിക്കുന്നത് എന്നതിനെക്കുറിച്ച് വിശദമായിട്ട് പഠിക്കാനുള്ള ഒരു സംവിധാനം പാർട്ടിക്കകത്തുണ്ട്. ആ സംവിധാനം അതെല്ലാം തന്നെ നോക്കുന്നുണ്ട്. മാത്രവുമല്ല, അങ്ങനെ എന്നെ ഒരു സഹോദരിയായിട്ട് കണ്ട് കൂടെ ഒരു എന്താ പറയുക, ഒരു പക്ഷിയുടെ ചിറകെന്ന് പറയുന്നത് സ്ത്രീയും പുരുഷനുമാണല്ലോ. അല്ലെങ്കിൽ 2 ചിറകുകൾ ബലപ്പെട്ടാൽ ആ പക്ഷിക്ക് പറക്കാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെയാണല്ലോ പ്രസ്ഥാനവും. അപ്പോൾ പ്രസ്ഥാനത്തിൻ്റെ ഒരു ചിറകായിട്ടുള്ള എന്നെ കൂടുതൽ സഹായിക്കാനും എന്നെ വിജയിപ്പിക്കാനും ആഗ്രഹിച്ചുകൊണ്ടാണല്ലോ ആലപ്പുഴയിൽ കഴിഞ്ഞ ദിവസം വന്നത്, കഴിഞ്ഞ ദിവസം വരികയും ഒക്കെ ചെയ്തത് അദ്ദേഹം. അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹം അവിടെ നിന്ന് വിജയിക്കണം. ആലപ്പുഴ പാർലമെന്റ് മണ്ഡലം ഒട്ടും മോശമല്ലെന്നേ. കാരണം ആറ്റിങ്ങലിൽ 90,000 നമുക്ക് 2.5 ലക്ഷം ആക്കാമെങ്കിൽ ഈ ഇവിടത്തെ 2 ലക്ഷത്തോളം വോട്ടുള്ളത് 4 ലക്ഷമാക്കാൻ എന്താ ബുദ്ധിമുട്ടുള്ളത്? 4 ലക്ഷത്തിൻ്റെ ഒരു പരിപ്രേക്ഷ്യത്തിലേക്ക് നമ്മൾ വരികയും അതിൻ്റെ കൂട്ടത്തിൽ ജനങ്ങൾ സംഘടിക്കാനും തുടങ്ങിയിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിൽ നിന്ന് ശോഭ പോകണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് ഉചിതമായിട്ട് അവർ ആ കൃത്യം നിർവഹിക്കും. കാരണം തിരുവനന്തപുരം മുതൽ ആലപ്പുഴ വരെ കോൺഗ്രസിനൊരു സ്ത്രീ സ്ഥാനാർത്ഥിയില്ല, മാർക്സിസ്റ്റ് പാർട്ടിക്ക് ഒരു സ്ത്രീ സ്ഥാനാർത്ഥിയില്ല. ആകെയുള്ളത് ഒരു BJPക്കാരിയായിട്ടുള്ള NDAയിൽ താമരയിൽ മത്സരിക്കുന്ന ഞാൻ മാത്രമാണ്. അപ്പോൾ ഈ സദേൺ കേരളം മുഴുവൻ പാർലമെന്റിൽ സ്ത്രീ വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ അവർക്കൊരു പ്രതിനിധി വേണ്ടേ? കോൺഗ്രസിനെയും മാർക്സിസ്റ്റ് പാർട്ടിക്കകത്തുമുള്ള സ്ത്രീകൾ ഇത്തവണ എന്നെ കൈപിടിച്ച് അനുഗ്രഹിക്കുമെന്നുള്ളൊരു വലിയൊരു പോസിറ്റീവ് തരംഗമാണ് ഞാൻ ആലപ്പുഴ പാർലമെന്റിൽ അനുഭവിക്കുന്നത്. ഇവിടെ വന്നപ്പോൾ പ്രധാനമായി പറഞ്ഞ ഗൗരിയമ്മയെ പോലെ പീഡനം അനുഭവിച്ചുള്ള മർദ്ദനമേറ്റിട്ടുള്ള ഒരാളാണ് ഞാൻ എന്ന് പ്രത്യേകം വിശേഷിപ്പിക്കേണ്ടായി. എന്താണ് ജീവിതത്തിലുണ്ടായുള്ള മർദ്ദനങ്ങളെക്കുറിച്ചും പോലീസ് അട്രോസിറ്റി? അല്ല, എല്ലാ സമരങ്ങളിലും, അതായത് ചെറിയ പ്രായത്തിൽ തന്നെ പോലീസ് ലാത്തി ചാർജിൽ പല്ലുകൾ നഷ്ടപ്പെട്ട, ഇപ്പോൾ ഒരു പല്ല് വെക്കാനുള്ള സമയമില്ലാത്തതുകൊണ്ടാണല്ലോ ഈ പല്ല് നിങ്ങളൊക്കെ കാണുന്ന രീതിയിൽ ഇങ്ങനെ ഇരിക്കുന്നത്. ഇവിടെ 2 പല്ലുകൾ നഷ്ടപ്പെട്ട, ഇവിടെ മുതൽ ഇവിടം വരെ പ്ലാസ്റ്റിക് സർജറി നടത്തേണ്ടി വന്ന, അതിന് ഹോസ്പിറ്റലിൽ കടന്ന, ടോൾ സമരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തൃശ്ശൂരിലെ ടോൾ സമരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എനിക്ക് കിട്ടിയിട്ടുള്ള ലാത്തി ചാർജ് എന്ന് പറയുന്നത് ഗൗരിയമ്മയ്ക്കും അജിതയ്ക്കും ശേഷം ഇങ്ങനെ ഇത്രയും പോലീസുകാർ ഒരുമിച്ച് കൂടി ശരീരം അടിച്ചു നുറുക്കി കളഞ്ഞതാണ്. അതിൻ്റെ രേഖകളുണ്ട്. അത് വിഷ്വല് അന്ന് അവിടുത്തെ ഒരു തൃശ്ശൂർ ജില്ലയിലെ TCV മാത്രമാണ് അവിടെ ഉണ്ടായിരുന്നത്. ബാക്കി മാധ്യമങ്ങളെ മുഴുവൻ അവിടെ നിന്ന് ദൂരേക്ക് പറഞ്ഞയച്ചില്ലായിരുന്നുവെങ്കിൽ അത് കേരളത്തിൽ കോളിളക്കം സൃഷ്ടിക്കാൻ പോകുന്ന ആളുകളുടെ ഹൃദയം പിളർക്കുന്ന രീതിയിലായിരുന്നു അന്ന് എന്നെ അവിടുത്തെ പോലീസ് മർദ്ദിച്ചത്. പക്ഷെ അത് ഏതെങ്കിലും DYSPയോ അല്ലെങ്കിൽ സർക്കിൾ ഇൻസ്പെക്ടറോ അല്ല. അവർക്ക് അടിക്കാൻ കൈപ്പൊന്തില്ല. കാരണം അവർക്കറിയാം അവരെ എനിക്ക് തിരിച്ചറിയുമെന്ന്. പക്ഷെ പകരം വിയ്യൂർ പോലീസ് സ്റ്റേഷനിൽ നിന്നുള്ള ലാത്തി ചാർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറങ്ങി തലയിൽ ഈ തൊപ്പിയും വെച്ച് അടിച്ച് തകർത്ത് കളയുന്ന രീതിയിലുള്ള ആളുകളാണ് അവിടെ. 2000-3000-ഓളം വരുന്ന ആളുകളാണ് അന്ന് അവിടെ സന്നിവേശിപ്പിച്ചത് ഈ സമരത്തെ ഒതുക്കാനായിട്ട്. കാരണം ടോൾ
ടോളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയം എന്ന് പറയുന്നത് ജനങ്ങൾ അത്രയും ഏറ്റെടുത്ത വിഷയമായിരുന്നു. അന്ന് ഞങ്ങളുടെ രാജഗോപാൽജി ബൈ ഇലക്ഷനിൽ മത്സരിക്കുക. ഈ ബൈ ഇലക്ഷനിൽ മത്സരിക്കുന്ന സമയത്ത് ഞാൻ മുഴുവൻ ദിവസവും മുഴുവൻ സമയ പ്രവർത്തകയായിട്ട് തൃശ്ശൂരിൽ നിന്ന് പോന്നു. ആ സമയത്താണ് ടോളിൽ ഒരു ബൈപ്പാസ് ഉണ്ടായിരുന്നു, ചെറിയ വഴി. ആ വഴിയിലൂടെ കാറുകൾക്കെല്ലാം യാത്ര ചെയ്തിട്ട് ടോളിനെ മറികടന്ന് വരാൻ പറ്റുമായിരുന്നു. ഞാൻ ഇവിടേക്ക് പോന്ന ആ സമയം നോക്കിയിട്ടാണ് പുലർച്ചെ 5 മണിക്ക് ആ റോഡ് അടച്ചു കളഞ്ഞത്, സിമെൻറ്റ് അടച്ചു കളഞ്ഞു. അവിടെ അത് എന്തിനു വേണ്ടി അടച്ചു കളഞ്ഞത്? അത്രയും പൈസ. ഇപ്പോൾ അന്വേഷണം വന്നല്ലോ, ഈ ടോളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ദേശീയ ഏജൻസിയുടെ അന്വേഷണം വന്നിട്ടുണ്ട്. കോടിക്കണക്കിന് രൂപ ഇവരധികം പറ്റിയിട്ടുണ്ട്. ആ അന്വേഷണവും ഇപ്പോൾ നീങ്ങി മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ ഞാൻ പറയുന്നത്, എനിക്ക് കോളേജിൽ പഠിക്കുമ്പോൾ ABVPയുടെ സമയത്ത് ബസ് ഉപരോധം നടത്തിയിട്ട് അടി കൊള്ളേണ്ടി വന്നിട്ടുണ്ട്. അട്ടപ്പാടിയിൽ ആദിവാസികൾക്കെതിരായിട്ടുള്ള നീണ്ടു നിന്ന സമരം, ആ സമരത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ പോലീസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. ഈ ടോൾ സമരത്തിൽ വല്ലാത്തൊരു അവസ്ഥയാണ് നമ്മൾ അഭിമുഖീകരിച്ചത്. പക്ഷേ ഇതെല്ലാം ഉണ്ടായിട്ടും ഇത്രയും ജീവനോട് കൂടിയിട്ട് ഞാനിവിടെ ഇരിക്കുന്നുണ്ടല്ലോ. ഇല്ലാതാക്കാൻ നോക്കിയതല്ലേ. ഒരു ആശുപത്രിയിൽ തന്നെ എന്നെ അഡ്മിറ്റ് ചെയ്ത സമയത്ത് ഓർത്തോപെഡിക് സർജൻ എനിക്ക് ഇഞ്ചക്ഷൻ ചെയ്തു. ഞാൻ മാധ്യമങ്ങളുടെ മുന്നിലൊന്നും പറഞ്ഞില്ല. അതായത് ഞാൻ യൂറിനറി ഇൻഫെക്ഷനായിട്ട് ഒരു ഹോസ്പിറ്റലിൽ എന്നെ അഡ്മിറ്റ് ചെയ്യുന്നു. ആ ഹോസ്പിറ്റലിൽ നിന്ന് എനിക്ക് പ്രശസ്തയായിട്ടുള്ള ഗൈനക്കോളജിസ്റ്റ് ഒരു ഇഞ്ചക്ഷൻ തരുന്നു. ആ ഇഞ്ചക്ഷൻ മതിയല്ലോ. അങ്ങനെ ഇഞ്ചക്ഷൻ ചെയ്ത് എന്നെ 2 മണിക്കൂർ സമയം അവിടെ ഹോസ്പിറ്റലിൽ കിടക്കണം എന്ന് പറയുന്നു. ഞാൻ കിടക്കുന്നു. അത് കഴിഞ്ഞിട്ടാണ് ആ ഹോസ്പിറ്റലിൽ ഓർത്തോപെഡിക് സർജൻ വന്ന് എന്നൊരു ഇഞ്ചക്ഷൻ ചെയ്യുന്നത്. അപ്പോൾ ഇഞ്ചക്ഷൻ ചെയ്യുമ്പോൾ ഞാൻ ചോദിച്ചു, എന്താണ് ഗൈനക്കോളജിസ്റ്റ് വരാത്തത്? കാരണം അവരല്ലേ എനിക്ക് ഇഞ്ചക്ഷൻ തന്നത്. അപ്പോൾ ഈ ഡോക്ടർ എന്നോട് പറഞ്ഞത് എന്താണ്, ഗൈനക്കോളജിസ്റ്റ് രാത്രി കാലങ്ങളിൽ വരില്ല. അപ്പോൾ 9 മണിക്ക് വീണ്ടും ഇഞ്ചക്ഷൻ, കാരണം യൂറിൻ പോകാനായിട്ട് ഡിസ്റ്റർബൻസ് ഉണ്ടായിരുന്നു. 9 മണിക്ക് ഇഞ്ചക്ഷൻ ചെയ്തതിന് ശേഷം രാത്രി 9 മണിക്ക് ഇഞ്ചക്ഷൻ ചെയ്യുന്നു, കുറച്ച് യൂറിൻ പോകുന്നു. 9:45 എന്നെ ഹോസ്പിറ്റലിൽ നിന്ന് എൻ്റെ ചേച്ചിയുടെ മകൻ്റെ വീട് അവിടെ അടുത്ത് തന്നെയാണ്, ഓട്ടുപാറയാണ്, അവിടേക്ക് എന്നെ കൊണ്ടുപോകുന്നു. അത് കഴിഞ്ഞ് അവിടെ നിന്ന് രാത്രിയിൽ ഉറങ്ങുകയാണ്. 2 ഇഞ്ചക്ഷൻ്റെ ഒരു നമുക്കുണ്ടാവുമല്ലോ ശരീരത്തിൽ. ഉറങ്ങി എണീറ്റ് രാത്രി 1 മണി 1:30 മണിയായ സമയത്ത് എന്നെ കണ്ട് എനിക്ക് വെള്ളം തരാനായിട്ട് ചേച്ചിയുടെ മകൾ വന്നു, മകൻ്റെ ഭാര്യ. അവൾ എന്നെ കണ്ട് പേടിക്കാൻ, അത്രയും വികൃതമായ രൂപത്തിൽ. എനിക്കൊരു കണ്ണ് മാത്രം ചെറിയ രീതിയിൽ കാണാം, ബാക്കി ശരീരം മുഴുവൻ നീര് വന്ന് റോസ് കളറായിരിക്കുകയാണ്. അങ്ങനെ അവിടെ നിന്ന് തലവഴി മൂടിയിട്ടാണ് അമൃത ഹോസ്പിറ്റലിൽ ഞാൻ വന്നത്. ഒരാഴ്ച കാലം ഞാൻ ആശുപത്രിയിൽ കിടന്നു. ഈ ഡോക്ടറോട് അവിടെ നിന്ന് വിളിച്ച് ചോദിച്ചു, എന്ത് ഇഞ്ചക്ഷനാണ് നിങ്ങൾ ചെയ്തത്? സമ്മറി വരെ അയാൾ കൊടുത്തില്ല. അപ്പോൾ ഈ സമ്മറി വരെ തരാതെ ഇങ്ങനെ ഒരു ഇഞ്ചക്ഷൻ ചെയ്തിട്ടും ഞാൻ എന്താ ഡോക്ടറുടെ പേര് പറയാത്തത്? എന്താ ഞാൻ ആശുപത്രി അടിച്ചു പൊളിക്കാൻ നേതൃത്വം കൊടുക്കാത്തത്? കാരണം അയാൾ എന്നോട് പറയുന്നത് ഞാൻ അങ്ങനെ ഒരു ഇഞ്ചക്ഷൻ ചെയ്തിട്ടില്ല എന്നാണ്, ഈ തെറ്റ് ചെയ്തതിന് ശേഷവും. എനിക്ക് അദ്ദേഹത്തിന് അതിനുള്ള ശിക്ഷ കൊടുക്കാൻ അറിയാഞ്ഞിട്ടല്ല, പക്ഷേ അവിടെ ഒരുപാട് നേഴ്സുമാർ ജോലി ചെയ്യുന്നുണ്ട്, പാവപ്പെട്ട ഒരുപാട് കുടുംബങ്ങളുടെ ജോലി. ആ ആശുപത്രി സ്ഥാപനം മുമ്പ് അടിച്ചു പൊളിച്ചിട്ടുള്ളതാണ്. വീണ്ടും ആ സ്ഥാപനത്തിനൊരു അറ്റാക്ക് ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് തകർക്കപ്പെട്ടു പോലോ എന്ന് കരുതി സഹിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ. ഇതെനിക്ക് പറയേണ്ട ഒരു സാഹചര്യം ഉണ്ടായത്, അയാളും ചില ആളുകളുടെ കൂടെ കൂടി ചില ആളുകളെ കൊണ്ട് ശോഭാ സുരേന്ദ്രൻ ജയിക്കരുത് എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ആ കളി അയാളൊന്ന് അവസാനിപ്പിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇത്ര പറഞ്ഞ് നിർത്തുന്നത്. കാരണം ഇനി അയാൾ അതിന് വേണ്ടി എന്തെങ്കിലും പരിശ്രമം ആലപ്പുഴ പാർലമെൻറ്റ് മണ്ഡലത്തിൽ ചെയ്യാൻ ശ്രമിച്ചാൽ അതിന് അയാൾക്ക് എന്നോട് എന്താ വൈരാഗ്യം? അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായിരിക്കുന്ന സമയത്ത് തൃശ്ശൂരിൽ അറിയപ്പെടുന്ന ഒരു ഹോസ്പിറ്റലിൽ നിന്ന് 18 വയസ്സിനും 20 വയസ്സിനും ഇടയിലുള്ള പെൺകുട്ടികളെ ഗൾഫിലേക്ക് കടത്തിക്കൊണ്ടു പോകുന്നു. ഇതിൻ്റെ പേരിൽ സമരം ചെയ്ത ആളാണ് ഞാൻ. അന്ന് യുവമോർച്ച ശക്തമായിട്ട് സമരരംഗത്ത് വന്നു. ഈ മനുഷ്യനെ 3 ദിവസം ജയിലിലിടാൻ പറ്റി എനിക്ക്. മുഖ്യമന്ത്രി അച്യുതാനന്ദനെ നേരിട്ട് വന്ന് കണ്ടു ഞാൻ. മനുഷ്യാവകാശ പ്രവർത്തകൻ ജോയ് കേദാരത്തിൻ്റെ സഹായത്തോടു കൂടിയാണ് ഞാൻ മുഖ്യമന്ത്രിയെ കാണാൻ വന്നത്. മുഖ്യമന്ത്രി അനുഭാവപൂർണ്ണം അത് സ്വീകരിച്ചു. അവിടുത്തെ SP നിർദ്ദേശം കൊടുത്തു, ഇങ്ങനെ തെറ്റ് ചെയ്തവരെ നിലനിർത്താൻ പറ്റില്ല എന്ന് പറഞ്ഞു. അയാളെ കയ്യോടെ പിടിച്ച് അകത്തിട്ടു. ആ ഡോക്ടറുടെ പാർട്ട്ണർ കൂടിയാണ് ഇയാൾ. അപ്പോൾ എനിക്ക് സംശയിക്കണ്ടേ? അപ്പോൾ ഇതൊക്കെ ഉണ്ടായിട്ടും ഇതിനെ വേണമെങ്കിൽ വേറെ ഏതൊരു പൊതുപ്രവർത്തിയാണെങ്കിലും അവരവരുടെ പാർട്ടി നേതൃത്വത്തെ ഇത് അറിയിച്ചുകൊണ്ട് അവിടെ കിടക്കും ഹോസ്പിറ്റലിൻ്റെ മുന്നിൽ. മാർക്സിസ്റ്റ് പാർട്ടിയാണെങ്കിൽ ആ ആശുപത്രിയുടെ പൊടി പോലും ഇപ്പം ഉണ്ടാവില്ല കാണാനായിട്ട്. പക്ഷെ ഞാൻ അതിനൊന്നും ഉപയോഗിക്കുന്നില്ല. ഞാൻ അതും ഭഗവാൻ വെച്ചിട്ടുണ്ട്. സുപ്രീം കോടതി, ആ സുപ്രീം കോടതി ആയിട്ടുള്ള കൃഷ്ണൻ്റെ മുന്നിൽ വെച്ചിട്ടുണ്ട്. എന്നെ ഉപദ്രവിക്കാൻ കൂട്ടുനിന്ന 2 പേര് ഇപ്പോൾ ജയിലിനകത്ത് പോയല്ലോ. എൻ്റെ വീടിനകത്ത് തന്നെ കയറി കൂടി എന്നെ ഉപദ്രവിക്കാൻ വേണ്ടി പറ്റുമോ എന്ന് നോക്കി പാലക്കാട്ടുകാരൻ ഈ പറഞ്ഞ പിണറായി വിജയൻ്റെ കള്ളക്കടത്തിന് നേതൃത്വം കൊടുക്കുന്ന ഐസക്കനെ ഉപയോഗിച്ച് എനിക്കെതിരെ പണി ചെയ്ത ആളുകൾ മറ്റ് 3.5 കോടി രൂപ തട്ടിപ്പ് കേസിൽ ജയിലിനകത്ത് പോയില്ലേ? അതെന്തുകൊണ്ട് പോയി? ദൈവമുള്ളത് കൊണ്ടാണ്. അപ്പോൾ അത് അത്രയും ഞാൻ പറയുന്നുള്ളൂ. അതിൻ്റെ ബാക്കി ഞാനിപ്പോൾ പറയണമെന്ന് ആഗ്രഹിക്കുന്നില്ല.